الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മദ്ഹുർ റസൂലിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. മദ്ഹ് എന്ന് പറഞ്ഞാൽ ഒരാളെ പുകഴ്ത്തി പറയുക, അതിനാണ് മദ്ഹ് എന്ന് പറയുന്നത്. ഇപ്പം റസൂൽ, മദ്ഹുർ റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തി പറയുക, വാഴ്ത്തി പറയുക, പ്രശംസിച്ചു പറയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആ മദ്ഹ് റസൂലിൻ്റെ പേരിലാകുമ്പോൾ നമുക്ക് എത്രയും പറയാം. അതിന് ദീന് ആരെയും വിലക്കുന്നില്ല. ഇപ്പം റസൂലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നബിക്കൊരു കവി ഉണ്ടായിരുന്നു, ഷാഇറുർ റസൂൽ എന്ന് അറിയപ്പെടുന്നു. നബിയുടെ കവി ഹസ്സാൻ ഇബ്നു സാബിത്ത് നബിയുടെ കവിയായി. അദ്ദേഹം 60ാമത്തെ വയസ്സിലാണ്
ഇസ്ലാം മതം സ്വീകരിക്കുന്നു. പിന്നെ 60 കൊല്ലം അദ്ദേഹം ജീവിച്ചു. ഈ 60 കൊല്ലം ഇസ്ലാമാകുന്നതിന് മുമ്പ് ഇസ്ലാമിനെതിരെയായിരുന്നു അദ്ദേഹം കവിതകൾ ചൊല്ലിയിരുന്നത്. അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും, വീട്ടിലെ സ്ത്രീകൾ വരെ കവിതകൾ പാടുമായിരുന്നു. അപ്പോൾ അക്കൂട്ടത്തിൽ പ്രശസ്തനായ, അക്കാലഘട്ടത്തിൽ പ്രശസ്തനായ ആളായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത്. അദ്ദേഹത്തിൻ്റെ മൂർച്ചയേറിയ വാക്കുകൾ കവിത രൂപത്തിൽ അദ്ദേഹം പാടുമായിരുന്നു ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇസ്ലാമിന് വേണ്ടിയായി, ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കുറേ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അക്കാലഘട്ടത്തിൽ ഇസ്ലാമിന് നേരെ വരുന്ന ആക്രമണങ്ങളെ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കൊണ്ട് പ്രതിരോധിച്ചിരുന്നു. അദ്ദേഹം നല്ല കവിതകൾ പാടി മറുപടി പറയുമായിരുന്നു. നബിക്കും ഇസ്ലാമിനും നേരെ വരുന്ന പരിഹാസങ്ങളെ, ആക്ഷേപങ്ങളെ കവിതാരൂപത്തിൽ തിരിച്ചടിക്കുമായിരുന്നു. അപ്പോൾ ഖുറൈശികളൊക്കെ അങ്ങ് ശക്തമായിട്ട് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇങ്ങനെ ഖുറൈശികളെയൊക്കെ വല്ലാതെ പറഞ്ഞാൽ ഞാനും അതിൽപ്പെട്ട ഒരാളല്ലേ, ഞാനും ഖുറൈശികളിൽപ്പെട്ടവനല്ലേ, എന്നെയും ബാധിക്കുകയില്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, നബിയെ, അങ്ങേ ഞാൻ ഈ ഗോതമ്പ് മാവിൽ നൂല് എപ്രകാരം ഊരിയെടുക്കുന്നുവോ അതേപോലെ നബിയെ അങ്ങയെ ഞാൻ അതിനകത്തുനിന്ന് ഊരിമാറ്റും. അത്ര മാത്രം അദ്ദേഹം ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ആള് പ്രവാചകനെയും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷേ അതും അത് എന്തല്ല, ഈ അതിശയോക്തിപരമായ ഒന്നല്ല. അത് ഇസ്ലാമിൽ നേരെ വരുന്ന ഈ കവിതകളെ തിരിച്ചടിക്കുക, ഇസ്ലാമിന് നേരെ വരുന്ന ആയുധങ്ങളെ അതേ നാണയത്തിൽ അദ്ദേഹം കവിതയിലൂടെ മറുപടി പറയും. അതായിരുന്നു, അല്ലാതെ എന്തല്ല, അത് നബിയുടെ മൗലൂദല്ലേ. ഇവിടെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ നബിയുടെ മൗലൂദ് നടത്തിയിരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് നബിയുടെ പള്ളിയിൽ, മദീന പള്ളിയിൽ സഹാബികളെ വിളിച്ചു കൂട്ടി മൗലൂദ് നടത്തിയിരുന്നു, മൗലൂദ് കഴിച്ചിരുന്നു. ഇതാണ്, ഈ സംഭവമാണ് മൗലൂദായിട്ട് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇങ്ങനെ പാടുകയും പറയുകയും ചെയ്തിരുന്ന അതിനെയാണ് ഇവർ മൗലൂദായിട്ട് ചിത്രീകരിക്കുന്നത്. അതിൻ്റെ നബിയുടെ ജന്മദിനത്തിനൊന്നുമല്ല, എപ്പോഴും ഏത് സമയത്തും പാടുമായിരുന്നു. നബിയുടെ ജന്മദിനം വന്നതുകൊണ്ട് അല്ല അദ്ദേഹം പാടിയിട്ടുള്ളത്, എക്കാലഘട്ടത്തിലും അദ്ദേഹം അതിനുവേണ്ടി ജീവിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ മദ്ഹ് എന്നത് നമുക്ക് പറയാം, പക്ഷേ ഉള്ളതായിരിക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരാൾ എനിക്കില്ലാത്ത ഗുണങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഒരാൾ പാടിയാൽ എനിക്കിഷ്ടപ്പെടുമോ? ഞാൻ ഇഷ്ടപ്പെടുമോ? എനിക്കിഷ്ടമാകുമോ? ഇല്ലാത്തത് പാടിയാൽ? ഉള്ളത് പറഞ്ഞാൽ പോരെ, എന്നിലുള്ളത് പറഞ്ഞാൽ പോരെ. ഇതാണ് ഈ മൗലൂദ് കിതാബുകളിൽ നബിയുടെ മദ്ഹ് എന്ന പേരിൽ എന്തെല്ലാമാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങളാണ് എഴുതി വച്ചിട്ടുള്ളത്. അതാണ് ഈ പാവപ്പെട്ട സമൂഹം പുണ്യത്തിന് വേണ്ടി ചൊല്ലുന്നത്. റസൂലിൻ്റെ മദ്ഹ് എന്ന പേരിൽ പുണ്യം ലഭിക്കാൻ, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ, കൂലി ലഭിക്കാൻ ഇരുന്ന് ഭക്തിയോടുകൂടി ഒതുവെടുത്ത് കൊണ്ടിരുന്ന് ചൊല്ലുന്നത്. ഇവിടെ വീട്ടിലാണെങ്കിലും ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് പഴയ ഉമ്മമാരൊക്കെ പാടുന്ന പാട്ടുകളുണ്ടല്ലോ, അവർക്ക് അതിൻ്റെ അർത്ഥമറിയില്ല. അർത്ഥമറിഞ്ഞാൽ ഇട്ടച്ചു ഓടിക്കളയും. അത്രമാത്രം ശക്തമാണത്, അത്രമാത്രം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകും, ഉറപ്പാണ്, 100%. രണ്ടാമത് ഷഹാദത്ത് കലിമ ചൊല്ലണം. ഇത് ചൊല്ലിപ്പാടുന്നവർ രണ്ടാമത് വീണ്ടും ഷഹാദത്ത് കലിമ ചൊല്ലണം ഇസ്ലാമിൽ. കാരണം ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എന്തെല്ലാം ഈമാനുള്ള ഒരു മുസ്ലിമും ഒരിക്കലും പാടാൻ പാടില്ലാത്ത വരികളാണ് പല മൗലൂദ് കിതാബുകളിലും
നിറഞ്ഞു നിൽക്കുന്നത്. നബിയെ പ്രശംസിക്കുന്നു എന്നതിൻ്റെ പേരിൽ, നബിക്ക് മദ്ഹ് പറയുന്നു എന്നതിൻ്റെ പേരിൽ. ഇപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ കൂടുതൽ നമ്മൾ കേൾക്കുന്ന 2 മൗലൂദ് കിതാബുകളുണ്ട്. ഒന്ന് ഷറഫുൽ അനാം മൗലൂദ്, ഒന്ന് മങ്കൂസ് മൗലൂദ്. ആ ഷറഫുൽ അനാം മൗലൂദിൽ പറയുന്നത് നമുക്ക് കേൾക്കുന്നതായിരിക്കും, കേട്ടിട്ടുള്ളതാണ് വരികൾ. എന്താണ്? അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. തീർന്നില്ല. ഫഅഗ്സ്നി വഅജിർനി യാ മുജീറു മിനസ് സഈരി യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി. അത് ഈണത്തിൽ അങ്ങനെ ചൊല്ലും. ഖുതുബ ആയതുകൊണ്ട് അങ്ങനെ ഈണത്തിൽ വേണ്ടല്ലോ, അറിഞ്ഞാൽ മതിയല്ലോ. ഈണത്തിലാണ് ചൊല്ലുന്നത്, നല്ല കേൾക്കാൻ നല്ല രസമായിരിക്കും. എന്താണ് ഈ പറയുന്നത്? അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു. അബ്ദൂക, അബ്ദ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അടിമ. അബ്ദൂക, നിന്റെ അടിമ, അതായത് നബിയുടെ അടിമ. നബിയുടെ അടിമ എങ്ങനെയുള്ള അടിമ? മിസ്കീൻ, പാവപ്പെട്ട സാധുവായ അടിമ എന്നാ ഈ പറയുന്നത്. എന്നിട്ട് യർജു, ആഗ്രഹിക്കുന്നു. ഫളലകൽ ജമ്മൽ ഗഫീറു, അവിടുത്തെ വമ്പിച്ച ഔദാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു, കാംക്ഷിക്കുന്നു എന്നാണ് ആ പാടിയത്. അബ്ദൂക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു. എന്നിട്ട് പറയാണ് ഫീക ഖദ് അഹ്സൻതു ളന്നി, അങ്ങയെക്കുറിച്ച് എനിക്ക് നല്ലത് മാത്രമാണ് ഉള്ള വിചാരം. എൻ്റെ വിചാരം അങ്ങയെക്കുറിച്ച് നല്ലതുമാണ്, നല്ലതാണ് എനിക്ക് അങ്ങയോടുള്ള വിചാരം. യാ ബശീറു യാ നദീറു. എന്താണ്? ബഷീറായ, അതായത് മുന്നറിയിപ്പുകാരൻ, സന്തോഷ വാർത്ത അറിയിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്യുന്ന നബിയെ എന്നവർ. എന്നിട്ട് പിന്നെയും പറയുകയാണ് ഫഅഗ്സ്നി വഅജിർനി. അജിർനി എന്ന് പറഞ്ഞാൽ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന്. നരകവാസികളെ നരകത്തിൽ നിന്നും രക്ഷിക്കുന്ന രക്ഷക, നരകവാസികളെ നരകത്തിൽ നിന്നും രക്ഷിക്കുന്ന രക്ഷക. യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി, അങ്ങ് എന്നെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. വേദനാജനകമായ കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ അവലംബിക്കുന്ന അഭയകേന്ദ്രമേ. കവിത ഇതാണ് ഈ ഇരുന്ന് പാടുന്നത്. ഇതാണ് അങ്ങയുടെ അടിമ. തുടങ്ങുന്ന അബ്ദൂക്ക, അങ്ങയുടെ അടിമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ തന്നെയും പറഞ്ഞത് എന്താണ്? നമ്മൾ സൂറത്ത് ഇസ്രായിന്റെ തുടക്കം സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്രായിൽ അവിടെ പറഞ്ഞെന്താ? അല്ലാഹു സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനായിരിക്കുന്നു. അല്ലദീ അസ്റാ ബി അബ്ദിഹി, തന്റെ ദാസനെ രാത്രിയിൽ രാപ്രയാണം ചെയ്യിപ്പിച്ചു. എങ്ങോട്ട്? ഇലൽ മസ്ജിദുൽ ഹറാമി. എന്താണ്? മസ്ജിദുൽ ഹറാമിൽ നിന്നും മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ ദാസനെ, തന്റെ അടിമയെ അബ്ദ് എന്ന അല്ലാഹു വിശേഷിപ്പിച്ചത്. ഇവിടെ ഈ പാവം സാധു ഇരുന്ന് പറയുന്നതോ അബ്ദുക്കൽ മിസ്കീനു യർജു. അപ്പൊ ആരുടെ അടിമയാണ് നമ്മൾ? നമ്മൾ ആരുടെ അടിമയാണ്? ഇനി മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി, എൻ്റെ അടിയാന്മാരെ, എൻ്റെ ദാസന്മാരോട്. എങ്ങനെയുള്ള ദാസന്മാർ? സ്വന്തം നഫ്സിനോട് തെറ്റുകൾ ചെയ്തു പോയ ദാസന്മാരോട് പറഞ്ഞു കൊടുക്കുക, എൻ്റെ പാപമോചനത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല എന്നാണ്. എൻ്റെ പാപമോചനത്തെ സംബന്ധിച്ച് അവർ നിരാശപ്പെടേണ്ട കാര്യമില്ല, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു പറയാൻ. അവിടെ അള്ളാഹു വിളിച്ചത് എങ്ങനെയാണ്? യാ ഇബാദി, എൻ്റെ ദാസന്മാരെ. ഇപ്പൊ നമ്മൾ ആരുടെ ദാസനാണ്? നബിയുടെ ദാസനാണോ? ഇപ്പൊ ഈ അടുത്തൊരു മുസ്ലിയാർ ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട്, നമ്മൾ നബിയുടെ ദാസന്മാരാണ്.
എന്ത് മാത്രം ധൈര്യമാണ് ഇവർക്ക് ഇതൊക്കെ പറയാൻ, ഇങ്ങനെ കള്ളങ്ങൾ വിളിച്ചു പറയാൻ. ഇതൊക്കെയാണോ മദ്ഹ് എന്ന് പറയുന്നത്? ഇതാണോ പ്രവാചക സ്നേഹം? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ മൗലൂദിലെ വരികളൊക്കെ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ പാടുന്നത്. പക്ഷെ ഇത് സാധുക്കൾക്ക് അറിയില്ലല്ലോ, ഇത് സാധുജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ. അർത്ഥമറിയാത്ത ഒരു പ്രശ്നമുണ്ട്. അറബിയിലാണല്ലോ ഇത് രചിച്ചിട്ടുള്ളത്. ഇത് ഖുർആനാണെന്നും പറഞ്ഞാൽ ചൊല്ലുന്നു. ഇതും ഖുർആനാണെന്നും പറഞ്ഞ, കാരണം സാധാരണ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ പോലും അന്ന് ഖുർആൻ ഓതാതെ, ആ സമയത്ത് പോലും പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും ഈ സാധനമായി എടുത്ത് പള്ളിയിൽ നിന്ന് ഓതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തറാവീഹ് തുടങ്ങുന്നതിന് മുമ്പേ പള്ളിയിലെ ഒട്ടുമിക്ക പള്ളിയിലെ മെയ്ക്കിലും ഓൺ ചെയ്തിട്ട് ഈ മൗലൂദാണ്, ഇതാണ് ചൊല്ലുന്നത്. അപ്പൊ ഏതാണ് ഇവർക്ക് വലുത്? ഇത്തരത്തിലുള്ള കിതാബുകളാണ് ഇവർക്ക് വലുത്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസം, ആ മാസത്തിൽ സാധാരണ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ എന്താ ചെയ്യുക? ഖുർആൻ കയ്യിലെടുത്ത് ഓതാനല്ലേ ശ്രമിക്കുക, അല്ലേ? ഖുർആൻ ഓതാനല്ലേ ശ്രമിക്കുക. പക്ഷെ ആ മാസത്തിൽ പോലും ഇവർ ചെയ്യുന്ന എത്ര ദ്രോഹമാണ് ചെയ്യുന്നത് ഈ സമുദായത്തിൽ. ഇത് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. ചിന്തിക്കാനുള്ള ഒരു അപാരമായ ഒരു അനുഗ്രഹമാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഉപയോഗിക്കണ്ടേ? എല്ലാം ഇങ്ങനെ വിഴുങ്ങിയാൽ മതിയോ? പറയുന്നതും കേട്ടതും എല്ലാം. ഈ ഖുറാഫിന്റെ അർത്ഥം എന്താ? ഖുറാഫി എല്ലാം കണ്ടും കേട്ടതും എല്ലാം വിശ്വസിക്കുന്നതിനെ, കണ്ടതും കേട്ടതും എല്ലാം വിശ്വസിക്കുക, അതിനാണ് ഈ ഖുറാഫി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഖുറാഫികളാകാൻ പാടില്ല. നമ്മൾ അത്യാവശ്യം വിവരമുള്ളവരാണ് നമ്മൾ, അറിവുള്ളവരാകണം നമ്മൾ, പഠിക്കണം, നമ്മൾ അറിയണം. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് വിശ്വസിച്ചു പോകാൻ പാടുള്ളതല്ല. ഇങ്ങനെ സഹോദരങ്ങളെ, കിതാബുകളായ മൗലൂദ് കിതാബുകൾ പരിശോധിച്ചാൽ കാണാം. ഇനി അടുത്ത മങ്കൂസ് മൗലൂദിൽ പാടുന്നു, യാ സയ്യിദസ്സാദാതി ജിഇതുക ഖാസിദാ അർജു ഹിമാക ഫലാ തഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വളുൽമു വല്ലുഅഫു ശദീദു ഫഅസ്ഇദൂ. ഇത് ഇങ്ങനെ ചൊല്ലുകയാണ്, പള്ളിയിൽ നിന്ന് ചൊല്ലുകയാണ്, പുണ്യത്തിന് വേണ്ടി ചൊല്ലുകയാണ്. എന്താ പറഞ്ഞത്? നബിമാരിൽ ഉത്തമരായ നബിയെ, നബിമാരുടെയും നേതാവായ നബിയെ, യാ സയ്യിദസ്സാദാതി ജിഇതുക ഖാസിദാ, അങ്ങയെ ലക്ഷ്യം വെച്ച് ഞാൻ വന്നിരിക്കുന്നു, അർജു ഹിമാക, അങ്ങയുടെ സംരക്ഷണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫലാ തഖയ്യിബ് മഖ്സദി, അങ്ങെന്നെ നിരാശപ്പെടുത്തരുതേ. നബിയോട് പറയുകയാണ്, അങ്ങെന്നെ നിരാശപ്പെടുത്ത. ആരോടാ നമ്മൾ പറയേണ്ടത്? അള്ളാഹുവിനോടല്ലേ നമ്മൾ പറയേണ്ടത്, അള്ളാഹുവിനോടല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിനോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത്, അള്ളാഹുവിനോടല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കേണ്ടത്. പക്ഷെ ഇവിടെ നബിയോട് പറയാണ്, ഞാനിതാ സമക്ഷത്തിൽ വന്നിരിക്കുന്നു, ജിഇതുക ഖാസിദ, അങ്ങയുടെ സമക്ഷത്തിൽ ഞാനിതാ വന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വളുൽമു വല്ലുഅഫു ശദീദു ഫഅസ്ഇദൂ, അങ്ങേക്കറിയാവുന്ന എന്നെ ബാധിച്ച കഠിന ദ്രോഹങ്ങൾ, ഉപദ്രവങ്ങൾ, ദൗർബല്യങ്ങൾ, വിഷമങ്ങൾ, അവശതകൾ എന്നിവയിൽ നിന്നെല്ലാം അങ്ങ് എന്നെ സഹായിക്കണമേ. ഇതാണോ നമ്മൾ ചൊല്ലേണ്ടത്? ഇതാണോ മദ്ഹ്? ഇതിനാണോ മദ്ഹ് എന്ന് പറയുന്നത്? ഇത് ശിർക്കം വരികളല്ലേ? അള്ളാഹിനോട് ചോദിക്കേണ്ടത്, പ്രവാചകനോട് ചോദിക്കുകയല്ലേ ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്? പ്രവാചകനാണോ ഇതൊക്കെ ചെയ്തു തരുന്നത്? ആണോ? ഇനി പ്രവാചകൻ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകൻ എന്തിനാ പട്ടിണി കിടന്നത്? അല്ലേ? 3 വർഷക്കാലം ഷഅബ് അബി ത്വാലിബിൽ ഉപരോധം ഏർപ്പെടുത്തി കളഞ്ഞു. പട്ടിണി കിട്ടു. ഈ ആദർശം അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹിനോട് സങ്കടങ്ങൾ പറ.
എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും ഉപരോധം ഏർപ്പെടുത്തി. കഅബയിൽ എഴുതി കെട്ടിത്തൂക്കി, ഇത് നോട്ടീസ് എഴുതി കെട്ടിത്തൂക്കി, ഇവർക്കൊന്നും കൊടുക്കരുത്, ഒന്നും കൊടുക്കാൻ പാടില്ല, വിലക്കേർപ്പെടുത്തി. അവസാനം അവർ മരത്തിന്റെ ഇലയും അതുപോലുള്ളതൊക്കെയാണ് അവർ ഭക്ഷിച്ചിരുന്നത് എന്ന, തിന്നാൻ ഒന്നുമില്ലാതെ അവർ മരത്തിന്റെ ഇല ഭക്ഷിച്ചിട്ട് അവരുടെ കാഷ്ടം മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ ഉള്ള കാഷ്ടമായി എന്ന് പറയുകയാണ്. എന്നിട്ട് സഹോദരങ്ങളെ, ഇവിടെ എന്താണ് ഈ മൗലൂദ് കിതാബുകാരൻ എഴുതി വച്ചിരിക്കുന്നത്? ഇതാണോ നമ്മൾ പാടേണ്ടത്? ഇതാണോ ഈ സമുദായം ചൊല്ലേണ്ടത്? ഇങ്ങനെ ഏതെങ്കിലും ഒരു ഖുർആനായത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കുമോ? എത്രയോ 6000-ൽ ചില്ലുവാനും ഖുർആനിന്റെ ആയത്തുകളിൽ ഏതെങ്കിലും ഒരായത്ത് ഏതെങ്കിലും ഒരു നബിയോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കാണിക്കാൻ സാധിക്കുമോ? എന്തെങ്കിലും ഒരു സങ്കടം വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് എന്തെല്ലാം പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഉണ്ടായിരുന്നു പ്രവാചകന്മാർക്കും അവരിൽ വിശ്വസിച്ച ആളുകൾക്ക് എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും. അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകനോട് അവർ പ്രാർത്ഥിച്ചതായിട്ട് ഖുർആനിലുണ്ടോ? നമ്മുടെ പ്രമാണം എന്തിനാ നമുക്ക് ഖുർആൻ തന്നത്? അല്ലാഹു വെറുതെ തന്നതാണോ? ഇതിങ്ങനെ ഇരിക്കാൻ വേണ്ടി, ഇങ്ങനെ വെറുതെ വെക്കാൻ വേണ്ടി തന്ന ഗ്രന്ഥമാണോ ഖുർആൻ? ഇത് ഖുർആൻ പഠിക്കണമെന്നാണ് അന്ന്. പക്ഷെ ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ തടഞ്ഞിട്ടു. ഖുർആൻ അർത്ഥം പഠിക്കാൻ പാടില്ല, സാധാരണക്കാർക്ക് ഒട്ടും പാടില്ല, തീരെ പാടില്ല. ഇനി അഥവാ പഠിച്ചാൽ ഫാത്തിഹ പഠിച്ചോ, കാരണം നിസ്കരിക്കണമല്ലോ, എന്നാലും അതിന്റെ അർത്ഥം പഠിക്കാൻ നിർബന്ധമില്ല എന്നൊക്കെയാണിരുന്നു ഇവർ പറഞ്ഞു നടന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വരികളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ഫാത്തിർ 35-ാം അധ്യായം അതില് 13-ാം ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു ഈ രാപ്പകളുടെ മാറ്റത്തെക്കുറിച്ചും അതേപോലെ ചന്ദ്രനെ അള്ളാഹു വിധേയമാക്കി തന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ റബ്ബ്, ലഹുൽ മുൽക്ക്, അവനാകുന്നു ആധിപത്യം. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവർ ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. ഒരു ചെറിയ നിസ്സാരമാണല്ലോ ഈത്തപ്പഴക്കുരുവിന്റെ പാട, ഒരു വെളുത്ത പാടയുണ്ടല്ലോ, അതുപോലും ഇവർ ഉടമപ്പെടുത്തുന്നില്ല എന്നാ പറഞ്ഞത്. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ആരാധ്യന്മാർ, ആരോടൊക്കെ അവർ പ്രാർത്ഥിക്കുന്നു, അവർ ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നു, അവർ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. അത്രയും നിസ്സാരമായത് പോലും അവർക്ക് കഴിയില്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ഈ ആയത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണ്ടേ? എത്ര കാര്യത്തിലാണ് ഖുർആൻ ഇതിൽ പറയുന്നത്. എന്നിട്ട് അടുത്ത വരിയിൽ അല്ലാഹു പറയുന്നത്, ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി അവർ കേട്ടാലോ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. അല്ലാഹയാ പറയുന്നത്. പിന്നെ ഇനി ആര് കേൾക്കും? നബി കേൾക്കുമോ? ഈ പ്രാർത്ഥനകൾക്ക് നബി കേൾക്കുമോ? ഇതൊക്കെ നബിയെ കുറിച്ച് ഇങ്ങനെ പറയുകയല്ലേ, നിങ്ങളാണ് എല്ലാം, കഠിനദ്രോഹങ്ങൾ, ഉപദ്രവങ്ങൾ, ദൗർബല്യങ്ങൾ, വിഷമങ്ങൾ, അവശതകൾ എന്നിവയിൽ നിന്നെല്ലാം അങ്ങ് എന്നെ സഹായിക്കണമേ എന്നാണ് പാടുന്നത്. അപ്പൊ ഇത് രണ്ടും വ്യത്യാസം വന്നില്ലേ? വൈരുദ്ധ്യം വന്നില്ലേ? അപ്പൊ ആരാണ് ഖുർആനിന്റെ ആളുകൾ? ആരാണ് പ്രവാചകനെ സ്നേഹിക്കുന്നവർ? അള്ളാഹുവിനോട് ചോദിക്കുന്നവരാണ് യഥാർത്ഥ പ്രവാചക സ്നേഹികൾ. അതല്ലാതെ പ്രവാചകൻ പറയാത്ത, പഠിപ്പിക്കാത്ത, അറിയുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ പ്രവാചകന്റെ പേരിൽ കെട്ടിവെച്ച് പറയുന്നത് ഒരിക്കലും
ശരിയായ കാര്യമല്ല. ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ പറയുന്നു, കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയായി വശയാത്തി, ഇവർ പ്രാർത്ഥിച്ചിരുന്ന ആരാധ്യന്മാർ അതാരുമാവട്ടെ, അവർ മലക്കുകളായിക്കൊള്ളട്ടെ, ജിന്നാവട്ടെ, അമ്പിയാക്കളാവട്ടെ, ശൈത്താന്മാരാവട്ടെ, ആ പിശാചുക്കളാവട്ടെ, ആരുമാവട്ടെ, അവരാരും എന്ത് ചെയ്യില്ല, ഉത്തരം ചെയ്യില്ല, സഹായിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പൊ സഹോദരങ്ങളെ, ഈ പ്രവാചകന്മാരെല്ലാവരും ലോകത്ത് വന്നത് എന്തിനാ? ഇത് പറയാനാ, തൗഹീദ് പഠിപ്പിക്കാനാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, ഈ കാര്യം പഠിപ്പിക്കാനാണ് ലോകത്ത് സകലമാന അമ്പിയാക്കന്മാരും കടന്നു വന്നത്, അല്ലേ? സൂറത്തുൽ അംബിയായിന്റെ 25-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. വമാ അർസൽനാ, നാം അയച്ചിട്ടില്ല, മിൻ ഖബലിക, നിനക്ക് മുമ്പ് നബിയെ, മിർ റസൂലിൻ, ഒരു റസൂലിനെയും അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് വഹി നൽകിയിട്ടല്ലാതെ, ദിവ്യബോധനം നൽകിയിട്ടല്ലാതെ. എന്താണ് ദിവ്യബോധനം? ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധ്യനില്ല എന്ന സന്ദേശം നൽകിയിട്ടല്ലാതെ ഒരു ദൂതനെയും ഒരു പ്രവാചകനെയും നബിയെ അങ്ങേക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഫഅ്ബുദൂൻ, എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ. ഫഅ്ബുദൂൻ, എന്നെ ആരാധിക്കും. എന്താണ് ആരാധന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദുആഹു ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മൾ ആരോട് പറയുന്നുവോ അവരാണ് നമ്മുടെ ആരാധ്യൻ. അത് അള്ളാഹുവിനോടായാൽ അള്ളാഹുവിനുള്ള ആരാധനയായി, അത് പ്രവാചകനോടായാലോ പ്രവാചകനോടുള്ള ആരാധനയായി, പ്രവാചകനെ ആരാധിച്ചാലോ ശിർക്കായി. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച കാര്യം അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറയുക, അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ്. ഇനി പ്രവാചക സ്നേഹകാവ്യം എന്ന പേരിൽ പ്രശസ്തമായ ഒരു കവിതയുണ്ടല്ലോ, ഖസീദത്തുൽ ബുർദ. ഇമാം ബൂസിരിയുടെ ബുർദ. നബിദിനം വരുമ്പോൾ പ്രവാചക പ്രേമികൾ എന്നാ പറയുന്നത്, അവരെ പ്രവാചക പ്രേമികൾ എന്ന് പറഞ്ഞിട്ട് ഈ ബൂസിരിയുടെ കവിത എന്താണ്, ബുർദ മജ്ലിസ് സംഘടിപ്പിക്കുന്നു, പ്രത്യേകം ക്ഷണിക്കുന്നു. ബുർദ അന്നേ ദിവസം ബുർദ മജ്ലിസ് ഉണ്ടായിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബുർദ ചൊല്ലാറുണ്ട്. ആ ബുർദയിലോ പല വരികളും അപകടം പിടിച്ച വരികളാണ്. അതിലൊരു വരി, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. എന്താണ്? സൃഷ്ടികളിൽ ബഹുമാന്യരായ നബിയെ, യാ അക്റമൽ ഖൽഖ്, സൃഷ്ടികളിൽ ബഹുമാന്യരായ നബിയെ, മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, വ്യാപകവും ഭീകരവുമായ ആപത്ത് ഇറങ്ങുന്ന ഘട്ടത്തിൽ എനിക്ക് അഭയം പ്രാപിക്കാൻ താങ്കളല്ലാതെ മറ്റാരുമില്ല. അഭയം പ്രാപിക്കാൻ താങ്കളല്ലാതെ മറ്റാരുമില്ല. ഇതാണോ പ്രവാചക സ്നേഹ കാവ്യം? അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഒരുപാട് മൗലൂദുണ്ട്, ഒരുപാട് സുബ്ഹാന മൗലൂദുണ്ട്. അതിനകത്ത് പറയുന്നു, അന്തൽ വഫാറുൽ ഖതായ വദുനൂബിൽ മൂബിഖാതി അന്തസ് സതാറുൽ മസാവി വൽ മുഖയ്യിലുൽ അശ്റാതി. അന്ത, ആരാണ്? നീ. ആര്? നബി. അന്തൽ ഗഫാർ, ഗഫാർ എന്ന് പറഞ്ഞ ആരാണ്? പാപം പൊറുക്കുന്നവൻ. ഖതായ, എല്ലാ തെറ്റുകളും പൊറുത്തു തരുന്ന. ദുനൂബി മൂബിക്കാത്തി, സബുൽ മൂബിക്കാത്ത് എന്ന് കേട്ടിട്ടില്ലേ? 7 വൻ പാപങ്ങൾ. അപ്പൊ മൂബിക്കാത്ത്, അങ്ങനെയുള്ള കുറ്റകരമായ പാപങ്ങളെല്ലാം പൊറുക്കുന്ന ആളാണ് താങ്കൾ. നബിയോടാണ് ഈ പറയുന്നത്. ഏത് സുബ്ഹാന മൗലൂദ് എന്ന പേര്, സുബ്ഹാന മൗലൂദിൽ പറയുന്ന വരികളാണിത്. അന്തൽ ഗഫാറുൽ ഖതായ വദുനൂബിൽ മൂബിഖാതി
അന്തസ്സത്താറുൽ മസാവി വമുഖയ്യിലുൽ അശ്റാത്തി. ഇത് നമ്മൾ ചൊല്ലണോ? എന്താ പറഞ്ഞത്? താങ്കളാണ് ദോഷങ്ങൾ മറച്ചു വെക്കുന്നവൻ. സത്താർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നവൻ, അള്ളാന്റെ വിശേഷണമാണ്. അപ്പൊ ഇത് ഏതാണ്? ഏത് അള്ളാന്റെ വിശേഷണത്തിൽ പങ്കുചേർത്തില്ലേ? തൗഹീദ് 3 വിധമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദു അസ്മാഉ വസിഫാത്ത്. ആ അസ്മാഉ വസിഫാത്തിൽ പങ്കുചേർക്കലാണിത്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ട നാമ വിശേഷണങ്ങളിൽ പങ്കുചേർക്കലാണത്. ഈ ഒഫാറും സത്താറും എന്നൊക്കെ പറഞ്ഞ അള്ളാഹിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ അതിൽ പങ്കുചേർക്കുന്നു. ഇനി പിന്നെ സിദ്ദീഖ് മൗലൂദുണ്ട്. സിദ്ദീഖ് മൗലൂദ് കേട്ടിട്ടില്ലേ? സിദ്ദീഖ് മൗലൂദ് ഒരു കഥ വെച്ചിട്ടുണ്ട് വിശ്വസിക്കാൻ വേണ്ടി. ഈ കൗതുകത്തോടു കൂടി ആളുകൾ വിശ്വസിക്കണമല്ലോ. അതിലൊരു കഥ, ഒരു പെണ്ണ് സ്വപ്നം കണ്ടു. തൻ്റെ ഭർത്താവ് എവിടെയോ പോയിരിക്കുകയായിരുന്നു. ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞു. അങ്ങനെ സ്വപ്നം കണ്ടു. ഈ സ്വപ്നം ഒരു വിഷമം തോന്നിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഈ പെണ്ണ് നബിയുടെ അടുത്ത്, നബിയെ, എൻ്റെ ഭർത്താവിനെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു കൊടുത്തു, അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞു കൊടുത്തു, നിന്റെ പിന്നെ ഭർത്താവ് ഇനി വരില്ല, ഇനി ഇങ്ങോട്ട് വരില്ല, അതായത് മരിച്ചു പോകുമെന്ന ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ സ്ത്രീ വിഷമത്തോടുകൂടി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഇവരുടെ ഈ കരച്ചിലും സങ്കടവും ഒക്കെ കണ്ട് ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, നബിയുടെ അടുക്കൽ ചെന്നു, നബി പറഞ്ഞു എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോകുമെന്ന്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, നിന്റെ ഭർത്താവ് വരും. അപ്പോൾ ആരാണിത്? ആരെയും വിശ്വസിക്കേണ്ടത്? നബി പറഞ്ഞത് വിശ്വസിക്കണോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വിശ്വസിക്കണോ? ഈ പെണ്ണ് വീട്ടിൽ പോയി. സന്ധ്യയായി കഴിഞ്ഞപ്പോൾ, രാത്രിയായി, കഥകിൽ മുട്ടുകേട്ട് കഥവ് തുറന്നപ്പോൾ ഇതാ ഭർത്താവ് നിൽക്കുകയാണ്. അപ്പോൾ നബി പറഞ്ഞത് കളവായില്ല. അങ്ങനെ പിറ്റേന്ന് ഈ സ്ത്രീ നബിയുടെ അടുക്കൽ വന്നു, നബിയെ, പിന്നെ എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നല്ലോ. അപ്പം നബി പറഞ്ഞു. അപ്പം നബിക്കൊരു വിഷമം, എങ്ങനെ മറുപടി പറയും? അപ്പോൾ ജിബ്രീൽ വന്നു. ഇത് സിദ്ദീഖ് മൗലൂദിൽ എഴുതി വച്ചിരിക്കുക. ഇതാണ് ഈ പാടുന്നത്. ഈ കള്ളക്കഥകൾ ഇങ്ങനെ പാടുകയാണ്. ഈ സമുദായം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണിത്. ഇത് പുണ്യമാണെന്നും പറഞ്ഞാൽ ചൊല്ലുന്നത്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു, നബിയെ, നിങ്ങൾ പറഞ്ഞതാണ് സത്യം. പക്ഷേ അബൂബക്കറിന് സിദ്ദീഖ് എന്ന പേരുണ്ടല്ലോ, സത്യസന്ധന് സിദ്ദീഖാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊന്ന് അബൂബക്കർ സിദ്ദീഖിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മാറ്റം വരുത്തിയതാണ്. നിങ്ങൾ പറഞ്ഞതാണ് സത്യം അല്ല. അപ്പൊ എന്താണ്? മൗലൂദാണല്ലോ. ആരുടെ പേരിലാണോ അയാളെ ഉയർത്തുക എന്നുള്ളതാണ് ഈ മൗലൂദ് എഴുതിയവന്റെ ലക്ഷ്യം. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഈ സമൂഹം പുണ്യത്തിനു വേണ്ടി ചൊല്ലുന്നതും ചൊല്ലിക്കുന്നതും, പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ സന്തോഷത്തിൽ ആഹാരമൊക്കെ വെച്ച് കഴിക്കുന്നതും ഒക്കെ. അപ്പൊ ഇത് അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഖുർആൻ ഉണ്ടല്ലോ, ഒരു ഹർഫ് ചൊല്ലിയാൽ 10 നന്മയല്ലേ? ഒരു ഖുർആനിന്റെ ഒരു ഹർഫ് നമ്മൾ ഓതിയാൽ അള്ളാഹു നിശ്ചയിച്ചത് അല്ലെങ്കിൽ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് 10 നന്മയെന്നാണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അത് പിന്നെ 1 അല്ല 3 ആണ്, 3 അത് 30 എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ലേ? ഇത് പോരെ, ഈ സമൂഹത്തിന് പോരാ. ഈ പൗരോഹിത്യം സമ്മതിക്കുകയില്ല. അവരിങ്ങോട്ട് വന്നിട്ട് അവരാണ് പിന്നെ ഇതിനെ സ്റ്റിയറിങ് അവരുടെ കയ്യിലിരിക്കുക, അവർ തിരിച്ചു കളയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, ഇവരാരും കാണില്ല. നമ്മൾ പരലോകത്ത് നമ്മുടെ ഖബറും നമ്മുടെ അമലും മാത്രമേ നമുക്കുണ്ടാവൂ. ഇവരാരും രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയില്ല, ഈ പറയുന്നവരാരും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചൊല്ലുന്നവരുണ്ട് എങ്കിൽ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടത് അപകടമാണ് സഹോദര. ഇതിൻ്റെ അർത്ഥം ഇത് വെച്ചുകൊണ്ട് നീ ഉസ്താദിൻ്റെ അടുക്കൽ ചെല്ല്, ഉസ്താദെ ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞതാ, അങ്ങനെയാണോ എന്ന് ചോദിക്കും. ഇതൊക്കെ നമ്മുടെ ബാധ്യത ആണ്. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ യഥാർത്ഥ
സത്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇന്നല്ലാഹ വമലായികതഹു, അള്ളാഹുവും മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കും. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്, അള്ളാഹുവും മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കും. അതുകൊണ്ട് സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ കാരുണ്യവും ശാന്തിയും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക. ഇതാണ്. അപ്പോൾ സ്വലാത്ത് ചൊല്ലണം. നബിയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അതിന് മഹത്തായ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ കഴിയുന്നത്ര നമ്മൾ ചൊല്ലാൻ നമുക്ക് കഴിയണം. എന്നാൽ ഈ സ്വലാത്തിൻ്റെ പേരിൽ ഈ നബി പഠിപ്പിച്ച ഒരു സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്ത് കൂടാതെ നബിക്കോ സഹാബത്തിനോ ഒന്നും പരിചയമില്ലാത്ത കുറേ സ്വലാത്തുകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യാപകമാണ്. അതിൽപ്പെട്ട ഒന്നാണ് നാരിയ സ്വലാത്ത്. കേട്ടിട്ടുണ്ടാവും നാരിയ സ്വലാത്ത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? നാരിയ സ്വലാത്ത് നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സ്വലാത്ത്. അത് പിന്നെ ഇത്ര ചൊല്ലിയാൽ ഇത്ര പുണ്യം എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ആര് പഠിപ്പിച്ച സ്വലാത്താണ്? പ്രവാചകനോ സഹാബ കിറാമുകൾക്കോ ആർക്കും പരിചയമില്ലാത്ത സ്വലാത്താണ്. നമുക്ക് കൃത്യമായിട്ട് പ്രവാചകൻ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇവർ നാരിയ സ്വലാത്ത് എന്ന പേരിൽ ഒരു സ്വലാത്ത് രചിച്ചിട്ടുണ്ട്. ഒരു ഈജിപ്തുകാരൻ ഇബ്രാഹിമുൻ നാസി എന്ന് പറയുന്ന ഒരാളാണ് അത് രചിച്ച ആയിട്ടാണ് പറയപ്പെടുന്നത്. ആ സ്വലാത്തിൽ പറയുന്നത് എന്താണ്? സുബ്ഹാനല്ലദീ, എന്താ പറയുന്നത്? ആ സ്വലാത്തിൽ പറയുന്നത് അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലൻ വസല്ലിം സലാമൻ താമൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവുക. ഇത് മുഴുക്കയും എന്താണ്? പിന്നെ നബിയെ ആദ്യം ഒന്ന് സ്വലാത്ത് ചൊല്ലി, നബിയുടെ പേര് സ്വലാത്ത്, എന്നിട്ട് ആ നബി എങ്ങനെയുള്ള നബിയാണ് എന്ന് പറഞ്ഞു തരുന്നത്. അതാ അപകടം. നബി ഇല്ലാത്ത വിശേഷണമാണ് ആ സ്വലാത്തിലൂടെ പറയുന്നത്. എന്താണ്? അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു. ചില ആളുകൾക്കൊക്കെ കാണാതെ അറിയാമായിരിക്കും. വഹുസ്നുൽ ഖവാതിമു വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇതാണ് ആ നാരിയ സ്വലാത്തിന്റെ പൂർണ്ണ രൂപം. എന്താണ് ഈ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ് പ്രയാസങ്ങൾ ഒഴിവായി കിട്ടുന്നത്. നബിയെ കൊണ്ടാണ് പ്രയാസങ്ങൾ മാറിപ്പോകുന്നത്. വതൻഫരിജു ബിഹൽ ഉഖദു, ഇടങ്ങേറുകളൊക്കെ നീങ്ങിപ്പോകുന്നതും നബിയെ കൊണ്ടാണ്. വതുഖ്ലാ ബിഹിൽ ഹവായിജു, ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് നബിയെ കൊണ്ടാണ്. വതുനാലു ബിഹിർ റഗായിബു, ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതും നബിയിലൂടെയാണ്. വഹുസ്നുൽ ഖവാതിം, ശുഭപര്യവസാനവും നബിയെ കൊണ്ടാണ്. വയുസ്തസ്ഖൽ ഗമാമു, മേഘങ്ങൾ മഴ വർഷിപ്പിക്കുന്നതും ബിവജ്ഹിൽ കരീം, അദ്ദേഹത്തിന്റെ മാന്യമായ മുഖം കൊണ്ടാണ്. യഥാർത്ഥം നബിയുടെ മാന്യമായ മുഖം കൊണ്ടാണ് മഴ വർഷിപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ ആ സ്വലാത്ത് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വാല ആലിഹി വസഹബി, നബിയുടെ കുടുംബത്തിനും നബിയുടെ അനുചരന്മാർക്കും ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ, എന്താണ്? എല്ലാ നിമിഷങ്ങളിലും നിന്റെ വിജ്ഞാനത്തിന്റെ എണ്ണം കണക്കെയും നീ അനുഗ്രഹം ചൊരിയണമേ എന്ന പ്രാർത്ഥന. ഇതാ സ്വലാത്ത്. ഇത്
ഇത് ആണോ? ഇങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണോ? നബിയെ കൊണ്ടാണോ നമ്മുടെ കെട്ടിക്കുടുക്കുകളും പ്രയാസങ്ങളൊക്കെ നീക്കി കിട്ടുന്നത്? അള്ളാഹിനെ കൊണ്ടല്ലേ, അള്ളാഹുവിനോടല്ലേ ചോദിക്കും. നബി പറഞ്ഞിട്ടില്ല, നബി പഠിപ്പിച്ചതാണോ? അല്ല. അപ്പൊ ഇങ്ങനെ ഇത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കറബിൻ സുമ്മ അൻതും തുശ്രികൂൻ. അള്ളാഹു പറയാണ്, പറയുക നബിയെ, അള്ളാഹുവാണ് അവയിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നതും നിങ്ങളെ സഹായിക്കുന്നതും എല്ലാം അള്ളാഹുവാണ്. നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത് അള്ളാഹുവാണ്. എന്നിട്ട് സുമ്മ അൻതും തുശ്രികൂൻ, എന്നാലും എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യാണ്? അള്ളാഹുവിൽ പങ്കേർക്കുകയാണ്. മക്ക മുശ്രിക്കുകളോടാ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിനെ കൊണ്ടാണ് ഇതൊക്കെ നീങ്ങി കിട്ടുന്നത്, നബിയെ കൊണ്ടല്ല. അപ്പൊ ആ സ്വലാത്ത്, നാരിയ സ്വലാത്ത്, നരകത്തിലേക്ക് പോകുന്ന സ്വലാത്താണ്, നരകത്തിൽ നിന്നും രക്ഷിക്കുന്ന സ്വലാത്തല്ല. അത് ഷിർക്കിന്റെ വരികളാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണ്. പ്രവാചകനെ കൊണ്ടാണ് എല്ലാം നീങ്ങിപ്പോകുന്നത്, അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇസ്ലാമിനെതിരാണ്, ഖുർആനിനെതിരാണ്, നബി പ്രവാചകൻ പഠിപ്പിച്ചതിനെതിരാണ്. അപ്പൊ അള്ളാഹ് പഠിപ്പിച്ച ഒരു സ്വലാത്തുണ്ടല്ലോ, അത് നബി പോലും ചൊല്ലിയിട്ടുണ്ട്. നബിയുടെ നിസ്കാരത്തിന് നബിയും ചൊല്ലിയ സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. ഇതാണ് സൂറത്ത് എന്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സ്വലാത്ത് ചൊല്ലാനാണ്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഇതേപോലെ താജു സ്വലാത്ത്, നാരിയ സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകന്റെ പേരിൽ ഇല്ലാത്തത് ആരോപിക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു മാസമായതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ നേര് നമ്മൾ മനസ്സിലാക്കണം, സത്യം എന്താണ് എന്ന് നമ്മൾ അറിയണം, ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ അറിയണം, കുറച്ചെങ്കിലുമൊക്കെ അറിയണ്ടേ. അപ്പൊ ഇതാണ് കാര്യം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ബിദ്അത്ത് ഷിർക്കുകളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മയും നമ്മുടെ ഈ കൗമിനെയും സമുദായത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും, അസത്യം അസത്യമായി മനസ്സിലാക്കുവാനും അത് തള്ളിക്കളയുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും സത്യത്തിൽ അടിയുറപ്പിച്ച് നിർത്തുമാറാവട്ടെ. എല്ലാവിധ കളവുകളിൽ നിന്നും അസത്യങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മെയും നമ്മുടെ സമൂഹത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മെയും ഈ സമൂഹത്തെയും എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് പ്രവാചകന്റെ ഹൗലുൽ കൗസറിൽ ആ ജലപാനം കുടിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.